ഹലോ! അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്തൊരു സാരിയുടെ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ടിട്ടും പിന്നെ പുറത്തേക്ക് നമുക്ക് അയച്ചു കൊടുക്കാനൊരു 3-4 ഡ്രസ്സിൻ്റെയൊക്കെ ഓർഡറൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ടിട്ടാട്ടോ വീഡിയോ ഒന്നും കഴിഞ്ഞ ദിവസമായിട്ടൊക്കെ ഒന്ന് ഇടാഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ കൊണ്ടുവന്നൊരു സാരി ആയിരുന്നു കേട്ടോ. ഫുൾ സ്ലീവ് വെച്ചിട്ട് എ ലൈൻ മോഡലിലായിരുന്നു നമുക്ക് ഈ ഒരു ടോപ്പ് തയ്ക്കേണ്ടിയിരുന്നത് വെച്ചത്. പിന്നെ ഈ ഒരു സാരിയിലാണെന്നുണ്ടെങ്കിലും സിൽവർ കളറിലെ സ്റ്റോൺ പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു ബോർഡർ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ ആ ഒരു ബോർഡർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാറ്റേൺ കൊടുക്കാനായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് വെച്ചത്. പക്ഷേ ഇത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ അകത്ത് ആ ഒരു സ്റ്റോണൊക്കെ ചെറുതായിട്ടൊന്ന് മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പാണെന്നുണ്ടെങ്കിലും പ്ലെയിൻ ആയിട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് നെക്കിൻ്റെ വശത്താണെങ്കിലും സിൽവർ ഷെയ്ഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ടിട്ട് അതിൻ്റെ അകത്തൊരു നല്ലൊരു ഫ്ലവർ പാറ്റേണും കൂടിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ടോപ്പ് തയ്ച്ചിട്ട് ബാലൻസ് വന്ന ആ ഒരു സാരിയുടെ പീസ് കൊണ്ടിട്ട് ഷോളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു സൈഡ് കൂടി ഞാൻ അടിച്ചെടുത്തായിരുന്നേ. പക്ഷേ ആ ഒരു സൈഡ് വശത്തെ ബോർഡറിൽ സ്റ്റോൺ ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ പയ്യെ പയ്യെ ഒന്ന് കറക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു സൈഡ് അടിച്ചെടുക്കാൻ നോക്കിയത്. അത്രയും ശ്രദ്ധിച്ച് ചെയ്തായിരുന്നെങ്കിലും സൂചി ഒരെണ്ണം ഒടിഞ്ഞു പോയായിരുന്നേ. പിന്നെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കിലാണെന്നുണ്ടെങ്കിലും ചെയ്യാനെടുത്ത സമയത്ത് റണ്ണിങ് സ്റ്റിച്ച് കൊണ്ടിട്ട് വെറുതെ എന്തെങ്കിലും ഒന്ന് ഓടിച്ചെടുക്കാമെന്ന് കരുതി ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ ഒരു 2-3 ലെയറിൽ ആ ഒരു വർക്ക് നല്ല കട്ടിയിൽ നൂലോടിച്ചെടുത്തിട്ടാ അത്രയും തിക്കിൽ ഈ ഒരു വർക്ക് നമുക്ക് കിട്ടിയിരിക്കണത്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് ലുക്കാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ.